ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഡേ 9 കുറിച്ച് സംസാരിക്കാനാണ്. അപ്പം ഡേ 1 മുതൽ ഡേ 8 വരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ഡേ വെച്ചിട്ടുള്ളതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നല്ല വ്യത്യാസം വരും. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉള്ളവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലായിക്കോട്ടെ, അതുമല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു ഫിനാൻഷ്യലി കുറച്ചും കൂടി ഒന്ന് ഒരു സ്റ്റെപ്പ് കയറണം എന്ന് ആഗ്രഹമുള്ളവരായിക്കോട്ടെ, നമ്മളിപ്പോൾ എന്ത് പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നത്തെയും പ്രതിസന്ധികളെയും തരണം ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പം നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക, ഈ വീഡിയോ കേൾക്കുന്ന എന്നിലും ചെറിയൊരു വിശ്വാസം ഉണ്ടാവുക. തുടക്കം ഒരു ചെറിയ വിശ്വാസം, പിന്നെ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, ഒരു വലിയ വിശ്വാസമായിട്ട് മാറും. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അതായത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഈ 28 ഡേയ്സിലെ മാജിക് പ്രാക്ടീസിൽ പറയുന്നത്. അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ നമുക്കിന്ന് ഡേ 9 നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണി മാഗ്നറ്റ്, അതായത് പണത്തെ നമുക്ക് എങ്ങനെ ആകർഷിച്ചെടുക്കാം എന്നുള്ളതാണ്. അതായത് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിരന്തരം കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യത്തിലേക്കാവും. നമുക്ക് ദാരിദ്ര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പണത്തെ, അതായത് ഇതില്ലാത്തവരോ അതല്ലെങ്കിൽ ഇത്തിരി ഇതുള്ളവരോ പറയും പണം എന്ന് പറയുന്നത് ഒരു ആർത്തി എന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. പക്ഷേ ഈ പണം ആവശ്യമില്ലാത്തൊരു ആരെങ്കിലും ഉണ്ടോ? ഒരു പണം കൊടുക്കാതെ എന്തെങ്കിലും ഒരു സാധനം നമ്മളിപ്പോൾ ഈ നിൽപ്പിന്, ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് ആയിക്കോട്ടെ, ഈ കണ്ണട ആയിക്കോട്ടെ, ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ, ഈ ഇരിക്കുന്ന ബെഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് പണം വേണം. ആരും ഇത് വെറുതെ തരില്ല. അപ്പോൾ നമുക്ക് പണത്തെ ഒരിക്കലും നമ്മളൊരു കുറ്റം പറയുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. പണത്തെ നമുക്ക് എങ്ങനെ നമ്മളുടെ ആവശ്യത്തിനും മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കാനും നല്ല ഭംഗിയായിട്ട് നമുക്ക് ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനും ഈ ഒരു ലൈഫിൽ തന്നെ എല്ലാ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ നമ്മളിലേക്ക് ഈസി ആയിട്ട് എങ്ങനെ പണത്തെ ലഭ്യമാക്കാമെന്നുള്ളതാണ്. അപ്പം അതിന് മെയിനായിട്ടുള്ള സംഭവം ഗ്രാറ്റിറ്റ്യൂഡ് പറയാമെന്നുള്ളതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പണം വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമുക്ക് ഉള്ള സംഭവത്തിന് പരാതി പറയാതെ, കംപ്ലൈൻറ്റ് പറയാതെ നിങ്ങളൊന്ന് ജീവിച്ച് നോക്ക്, അപ്പം അറിയാൻ പറ്റും. അതായത് എൻ്റെ ഒരു ലൈഫ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയണമെന്നിരിക്കും. ഞാനിപ്പോൾ ഒരു ഹോം ബിൽഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ സ്ട്രക്ചറല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഹോം ബിൽഡ് ചെയ്യണത് എപ്പോഴാണ്? നമ്മളൊരു കല്യാണത്തിന് ശേഷം ഭർത്താവ്, മക്കൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു കുടുംബം ഉണ്ടാവുന്നത്, അല്ലേ? ആ കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചിലവുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ആരെയും ആശ്രയിക്കാതെ, ഉറപ്പായിട്ടും പറയാവുന്ന കാര്യമാണ്, അതേടിച്ച് ആരും ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നത് എൻ്റെ മക്കളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്, എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ്, ഹസ്ബൻഡ് വീട്ടുകാരെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ജോലിക്ക് പോകാൻ കഴിഞ്ഞത് എൻ്റെ സ്വന്തം കുടുംബക്കാരെന്നെ വിദ്യാഭ്യാസം നൽകിയത് കൊണ്ടാണ്. അതായത് ആ ലെവലിലുള്ളൊക്കെ ഹെൽപ്പുകളെന്നല്ലാതെ സാമ്പത്തികമായിട്ട് ഒരാളും തന്നെ നമുക്ക് ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഇന്നതെന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുതരാനില്ല. അപ്പം എൻ്റെ ലൈഫിൽ നിന്നുള്ള പാഠങ്ങളും നമ്മൾ സ്വന്തമായിട്ട് അത് കംപ്ലീറ്റ് എന്ന് തന്നെ പറയാം, ഒരാളെയും ആശ്രയിക്കാതെയാണ് ഇതുവരെ ജീവിച്ചത്. അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെയും ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെയും, ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബില്ല് പേ ചെയ്യാൻ ഈ മാസത്തിനേക്കാളും കൂടുതൽ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഫ്രണ്ട്സിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ ഒരാഴ്ചത്തേക്കോ 2 ദിവസത്തേക്കോ അവർ പറയുന്ന ദിവസത്തിനനുസരിച്ച് കടം വാങ്ങിക്കാം. അതപ്പോൾ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അത് തിരികെ കൊടുക്കാനും നമുക്കതിന് സാമ്പത്തിക ശേഷി വേണ്ടേ. അപ്പോൾ അങ്ങനെ ആരും സഹായിക്കാനില്ല എന്നല്ല, അത്യാവശ്യ സമയത്തൊക്കെ അതും നമ്മൾ കറക്റ്റ്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്കാർക്കും സഹായിക്കാനില്ല. ആരും സഹായിക്കാനില്ല. പക്ഷേ നമ്മൾ നിരന്തരം നമ്മളുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ
വിശ്വാസയോഗ്യമുള്ളവരാണെന്ന് തോന്നിക്കഴിഞ്ഞാലും ഒരുപക്ഷെ ഇങ്ങോട്ട് ചോദിക്കും ആളുകൾ, എന്തെന്ന് നിങ്ങൾക്ക് വല്ല അത്യാവശ്യമുണ്ടോ, പൈസ വേണോ എന്നുള്ളത് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇന്നൊരൊറ്റ നിമിഷം കൊണ്ട് നമ്മളെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലും നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ മൊത്തത്തിൽ നമ്മളെ ലൈഫിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് ചുറ്റുമുള്ളവരും നല്ലവരാണ്, നമുക്ക് വരുന്നതും എല്ലാം നല്ലതിനാണ്. അപ്പോൾ ചോദിക്കും, ഇത്രയും പോസിറ്റീവ് തന്നെയാണോ ജീവിതം എന്ന് ചോദിക്കും. നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട്, അത് എല്ലാവരുടെ ജീവിതത്തിൽ വരുന്നതാണ്. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യണം എന്നുള്ളതാണ്. പല ഘട്ടമായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇന്ന് തുടങ്ങി, ഒരുപക്ഷെ എന്തെങ്കിലും ഒരു നിമിത്തമായിരിക്കാം എൻ്റെ വീഡിയോ കാണാനിടയായതും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയതും. അതിൽ നിന്നും ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചെങ്കിൽ അത് എനിക്കും ഗുണം ചെയ്യും, നിങ്ങൾക്കും ഗുണം ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നത്തെ ഡേ 9 പ്രാക്ടീസ് എന്ന് പറയുന്നത് മണി മാഗ്നറ്റാണ്. ഇത് മെയിനായിട്ട് ഈ ഒരു പ്രാക്ടീസ് പറയണത് ബില്ല്, നമ്മൾ അടയ്ക്കുന്ന ബില്ലുകളെ കുറിച്ചാണ്. റോഡ് അബൺ പറയുന്നത് നമ്മൾ അടയ്ക്കുന്ന ബില്ലുകൾക്ക് നിരന്തരം കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപെയ്ഡ് ബില്ലുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ കൂട്ടാൻ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഒരു കറണ്ട് ബില്ല് വന്ന് നമുക്ക് അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടാവുന്നത്, അതല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ബില്ല്, ഇതൊക്കെ അടയ്ക്കാൻ പറ്റാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ ആരെങ്കിലും ആഗ്രഹിക്കേണ്ട? ഒരാളും ആഗ്രഹിക്കില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാ ബില്ലും കറക്റ്റായിട്ട് പേ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ബില്ല് വരുമ്പോൾ ഇങ്ങനെ നിലവിളിക്കുന്നതും കരയുന്നതും? അപ്പോൾ ഇതിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിക്കും, അത് ടീച്ചറെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്, അതിന് നിലവിളിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യവുമില്ല. പകരം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കറണ്ട് ബില്ല് വന്ന് വിചാരിക്കും. കറണ്ട് ബില്ല് ഒരു 5000, 2000, 10,000 അതിന് മേലക്കുള്ളവരുണ്ട്. ഞാനതിന് മേലക്കുള്ളവരുടെ ബില്ലുകളൊന്നും താൽക്കാലികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു 10,000 വരെയൊക്കെ നമ്മളുടെ ചുറ്റിപ്പറ്റിയുള്ള വീടുകളിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാമ്പത്തിക അച്ചടക്കം ആദ്യം തന്നെ പഠിക്കുക. ഈ കറണ്ട് ഉപയോഗിക്കുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് നമ്മൾ സ്വയം ആർജിച്ചെടുക്കുക. അല്ലാതെ AC-യും ഹീറ്ററും വാട്ടർ ഹീറ്ററും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് കറണ്ട് ബില്ല് വന്നതിന് ശേഷം നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ അത് വരാതിരിക്കാൻ ശ്രമിക്കണം. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു 10-30 വർഷം മുമ്പ് വരെയും വലിയ പൈസക്കാരുടെ വീട്ടിൽ മാത്രമേ ഈ AC ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സാധാരണപ്പെട്ട എല്ലാവരുടെ വീട്ടിലും AC ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സുഖമായിട്ടാണ് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഒരു നല്ല തണുപ്പ്, നമ്മളെ മക്കളും നമ്മളൊക്കെ ആയിട്ട് വളരെ ഒരു സുന്ദരമായ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്തു പോണത്. പിന്നെ നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ പണ്ട് ചപ്പും ചവറൊക്കെ എടുത്തുങ്ങാണ്ട് പുറമേട്ട് കത്തിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് വെള്ളം ചൂടാക്കിയിട്ടാണ് ഇടയ്ക്ക് കുളിക്കുക. ഇതാവുമ്പോൾ ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ആക്കുക, ജസ്റ്റ് ബാത്റൂമിൽ കയറുക, കുളിക്കുക, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വന്നപ്പോഴാണ് ഈ കറണ്ട് ബില്ല് ഒറ്റയടിക്ക് കയറിയത്. നമുക്കൊരു 5000 രൂപ ഉണ്ടെങ്കിൽ ഈ കറണ്ട് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, പറ്റില്ലല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുക ഈ കംപ്ലൈൻറ്റ് പറയുമ്പോൾ. അതുമാത്രമല്ല, നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ. അല്ലാതെ നമുക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു AC ഇടണതും വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നതും. പക്ഷെ നമ്മളുടെ ജീവിതം കുറച്ചും കൂടി ഒരു കഠിനമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനാണ് നമ്മളുടെ ജീവിതവും, ഒരു എളുപ്പത്തിലും സമയ ലഭ്യതക്കും എല്ലാം അല്ലേ. ഈ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നു. ഗ്യാസിനെക്കാട്ടിലും വേഗത്തിൽ എന്ത് ചെയ്യും, നമുക്ക് പാല് തിളപ്പിക്കാനും ചോറിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഇൻഡക്ഷൻ കുക്കറോട് സാധിക്കുകയാണ്. അപ്പം നമ്മൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടും. അപ്പം നമ്മൾ ഈ കറണ്ട് ബില്ലിനെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് കറണ്ട് ബില്ല് കിട്ടുമ്പോൾ അത് പെയ്ഡ് ചെയ്യുമ്പോൾ താങ്ക് യു, എനിക്കത് അടക്കാൻ പറ്റിയല്ലോ. നിങ്ങളിപ്പോൾ വിചാരിക്കുകയെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ പ്രാവർത്തികമാക്കുന്നു. സത്യമായിട്ടും പ്രാവർത്തികമാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ലൈഫ് കോച്ചിൻ്റെ ക്ലാസ് ഈ അടുത്താണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേങ്കിൽ വർഷങ്ങളായിട്ട് എൻ്റെ ഡയറിയിൽ ഓരോ മാസം ജൂൺ, അതായത് ഒരു വർഷം, ഇപ്പോൾ ഈ വർഷം എന്നെടുക്ക് 2025 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബില്ല് പേ ചെയ്യണതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വയ്ക്കും. ഒരു പക്ഷേ 2 മാസത്തെ എഴുതിക്കും, ചിലപ്പോൾ ഒരു 6 മാസത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച്. നമുക്കറിയാലോ ഓരോ മാസവും എന്തൊക്കെയാണ് പെയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത്.
അതൊക്കെ എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ ടിക്കിട്ട് പോകും. അതുകൂടാതെ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ചിലവുകൾ വേറെ എഴുതി വയ്ക്കും. അല്ലാതെ കറക്റ്റ് എല്ലാ മാസവും വരുന്ന ചിലവ് അത് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ മാസവും അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ എഴുതി പോകാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ചിലവും നമ്മളത് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ടിക്കിട്ട് കൊടുത്തിട്ട് ആ മാസം ലാസ്റ്റ് ഞാൻ എഴുതുന്ന ഒരു കാര്യമുണ്ട്. അൽഹംദുലില്ലാ, സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ലൈഫ് കോച്ചിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു മാസം പോലും, അതായത് കൂടി വന്ന എന്തെങ്കിലും ഒരു ഒരാഴ്ചക്കലത്തെ ഗ്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ മാസത്തെ കാര്യങ്ങളും കറക്റ്റ് ഞാനിങ്ങനെ ഫോളോ ചെയ്തു പോയിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാത്ത ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ മുന്നിലൊരു കോൺഫിഡൻസോടുകൂടി വന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു കുട്ടികളെ പഠിപ്പിക്കുന്നതും ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും സത്യമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാത്തൊരു കാര്യമൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് യാഥാർത്ഥ്യമാവുകയില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചില ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന് ഞാൻ അത്രയും ഏബിളായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വന്നത്. ഞാൻ ആ വിഷയം പറയണില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. എൻ്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ സക്സസ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാം എന്നുള്ളതാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് തിരികെ വരാം കേട്ടോ. ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ലിന് കരയാൻ നിൽക്കണ്ട. ഗ്യാസിൻ്റെ ബില്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് നമ്മൾ 21 ദിവസമുള്ളൂ, അടുത്ത ഗ്യാസ് വന്ന് പൈസ ഇത്ര പേ ചെയ്യണം. നമ്മളെന്താ എല്ലാം ഗ്യാസും ഈസി ആയിട്ട് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും ഗ്യാസ് തീർന്നു പോണത്. ഈ വിറകടുപ്പിലൊക്കെ വെച്ചിങ്ങാണ്ട് കല്ല് ഒക്കെ വെച്ചിട്ട് വിറകടുപ്പിൽ നമുക്ക് കറിയും ചോറൊക്കെ വെച്ചുകൂടെ? അതിന് നമ്മൾ തയ്യാറാണോ? തയ്യാറല്ല. അല്ലാത്ത സമയം ഈ പാവം ഗ്യാസും കുറ്റീനെ വഴിചാരിയിട്ട് വല്ല കാര്യമുണ്ടോ? എത്രയോ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് ഈ ഗ്യാസും കുറ്റി നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തിനോടും നന്ദിയുള്ളവരായിരിക്കുക. ഒരു പച്ചക്കറി വാങ്ങിക്കുന്നത് ഇപ്പം എന്താ വില, ആ ഒരു പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചിലവ് നമ്മൾ ആലോചിച്ച് നോക്കി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, അതൊരു വലിയ കഥയാണ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞു തരായിരുന്നു. പച്ചക്കറി ഭയങ്കര വില കുറഞ്ഞു കിട്ടുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കർഷകർക്ക് എത്ര പൈസ കിട്ടും? കാരണം 1 കിലോ ബീറ്റ്റൂട്ടൊക്കെ 10 രൂപയ്ക്കൊക്കെ കിട്ടും. അങ്ങനെയുള്ളൊരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ബീറ്റ്റൂട്ട് 10 രൂപയ്ക്ക് കിട്ടിയിട്ട് ചാക്ക് കണക്കിന് ബീറ്റ്റൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു കഥയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ആലോചിക്കുമ്പോൾ ഇത്തിരി ചിരിയും വരുന്നതും രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം, നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് ആയിട്ട് കണക്ഷൻ ഒരു ചെറുതായിട്ട് വന്നെങ്കിലോ. ഓക്കെ, അപ്പോൾ ഇനി മേലാലും നിങ്ങൾ ബില്ല് പേ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ട് അത്ര സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ 1-ാം തീയതി എന്നുള്ള ദിവസം ഞാനിങ്ങനെ ഇരിക്കും ചെയറിൽ വന്നിട്ട്. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയണത്. എന്നിട്ട് എന്ത് ചെയ്യും, ഗൂഗിൾ പേ അന്ന് എല്ലാ മാസവും ചിലപ്പോൾ ഈ 1-ാം തീയതി ചിലപ്പോൾ പൈസ നമ്മളുടെ അക്കൗണ്ടിൽ ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര പരാക്രമമാണ്. ഈ 1-ാം തീയതി 3-ാം തീയതിക്കുള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മളുടെ മക്കളുടെ ട്യൂഷൻ ഫീസ്, കുറച്ചിങ്ങനെ പേ ചെയ്യേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പേ ചെയ്യുമ്പോഴൊരു സന്തോഷം എന്താണെന്നറിയോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ മക്കളുടെ ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സിന് ആ പൈസ ഞാൻ കൊടുക്കുന്നുള്ളത്. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളുടെ ഫീസ് ഇത്തിരി വലിയ ഫീസ് അടയ്ക്കുന്നത് സത്യത്തിൽ ഞാനതൊരു അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഇത്രയും ഫീസ് അടച്ചല്ലോ എന്നുള്ളൊരു പരാതിയായിട്ടല്ല, എൻ്റെ ജീവിതത്തിൽ അതൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കത് അത്രയും അടയ്ക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനം സ്വയം വന്നുകൊണ്ടാണ് ഞാൻ ആ ഫീസ് അടയ്ക്കാറ്. അത് ഒരിക്കലും അതിൻ്റെ പേരിൽ ഈ മക്കൾക്ക് ഈ ട്യൂഷൻ ഇല്ലെങ്കിൽ ഇതാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്രയും ഫീസ് കൊടുക്കാത്ത ഒരു കോഴ്സിന് എൻ്റെ മക്കൾക്ക് ചേർന്നൂടെ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്കതിലും അഭിവൃദ്ധി ഉണ്ടാവട്ടെ. അതുകൂടാതെ ഈ ഫീസ് അടച്ച് പഠിപ്പിക്കുന്നവർക്കും അതിലൂടെ ഒരു സമ്പദ് സമൃദ്ധി അവർക്കും ഉണ്ടാവട്ടെ. ഓരോ പ്രാവശ്യം ഞാൻ എൻ്റെ മക്കളുടെ ട്യൂഷൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. അവരൊരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. ഞാൻ പാൽ വാങ്ങിക്കുന്ന ചേച്ചിയോട് ഞാൻ ചോദിക്കും, ചേച്ചി കുറച്ചുകൂടി പൈസ കൂട്ടിക്കോ. കാരണം അവർ തരുന്ന സർവീസ് എന്ന് പറയുന്നത് എനിക്കൊരിക്കലും നിസ്സാരമായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. എൻ്റെ പാല് വാങ്ങിക്കുന്ന ചേച്ചി 26 രൂപയോ അങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് നാഴിപ്പാലിന്. സത്യത്തിൽ ആ നാഴിപ്പാലിന് 26 രൂപയ്ക്കൊന്നല്ല, നമുക്ക് ഏറ്റവും നല്ലൊരു പാലാണ് കിട്ടണത്. എത്രയോ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി പൈസ കുറച്ചും കൂടെ കൂട്ടിക്കോ,
അങ്ങനെ ചെയ്യ്. കാരണം അവർ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ പറയും മോളെ നമുക്ക് മനസ്സിനൊരു വിഷമം എല്ലാവർക്കും വാങ്ങിക്കേണ്ടല്ലേ എന്ന് പറയും. പക്ഷേ അവരെത്രയോ കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അവരത് തരുന്നത്. ഞാൻ പലപ്പോഴും ആ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിനനുസരിച്ചാണ് ഓരോ പ്രാവശ്യം പാലിൻ്റെ ബില്ല് പേ ചെയ്യാറ് കേട്ടോ. പിന്നെ ഈ ട്യൂഷൻ്റെ എൻ്റെ മക്കളുടെ ഇപ്പോൾ 2 മക്കളാണ് ട്യൂഷൻ പോയിക്കൊണ്ടേ. ഈ 2 മക്കൾ ട്യൂഷൻ ടീച്ചേഴ്സിനോട് ഞാൻ ചോദിക്കുന്നതാണ്, പൈസ കൂട്ടിക്കൂടെയെന്ന്. ഞാൻ പറഞ്ഞു പൈസ കൂട്ടിക്കോ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ചെറുതല്ല, നിങ്ങൾ വലുതാണ് എടുക്കണത്. നിങ്ങൾ ഈ പൈസയേക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ പൈസ കൂട്ടിക്കോ. നിങ്ങൾക്ക് എല്ലാവരും അത് തരാൻ തയ്യാറായിരിക്കും. ഈ പൈസ വാങ്ങിച്ചിട്ട് അവർ വെറുതെ അല്ല, അവരതിൻ്റേതായ രീതിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് നിർവഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അത് അല്ലാതെ പക്ഷെ നമ്മൾ ആ കോഴ്സോ എന്ത് കാര്യമെന്ന് വെച്ചാൽ നമ്മളതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാൾ സഹായിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കവർ വർക്ക് ചെയ്ത് തന്നിട്ടില്ല എങ്കിൽ നമ്മളത് കട്ട് ചെയ്യും. പക്ഷേ അവരുടെ അടുത്ത് വളരെ മാനുഷിക പരിഗണനയോട് കൂടിയിട്ടാണ് ഞാൻ പെരുമാറാറ്. തിരിച്ചും അവരങ്ങനെ തന്നെ വന്നില്ലെങ്കിൽ നാളെ തുടങ്ങി വരണ്ടാന്നേ പറയുള്ളൂ, നല്ല രീതിയിൽ തന്നെ. ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല, പിന്നീട് വിളിക്കാമെന്ന് പറയും. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. നമുക്ക് നല്ല സർവീസാണ് കിട്ടണമെന്നെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയും നമ്മളൊരു ബില്ല് പേ ചെയ്യാൻ നോക്കുക, അവർക്കുള്ള പൈസ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്തു നോക്ക്, ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നിങ്ങൾ ഓരോ ബില്ലും പേ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ സമ്പദ് സമൃദ്ധി നമ്മൾ പോലും അറിയാതെ വരും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് പണിയാനോ ഹസ്ബൻഡിനുള്ള ബിസിനസ്സിനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നമ്മളുടെ ഗോൾഡ് എടുക്കേണ്ടി വന്നാൽ നിങ്ങൾ എണ്ണിപ്പറക്കി കരയൊന്നും വേണ്ട. കാരണം നമുക്ക് നല്ലൊരു വീട് കിട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ ഹസ്ബൻഡ് ഉയർച്ചയ്ക്കൊക്കെയാണ് നമ്മൾ ഈ ഗോൾഡ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷമായിക്കൊണ്ട് തന്നെ ഹാപ്പി ആയിക്കൊണ്ട് തന്നെ ഈ ഗോൾഡ് അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ എന്നിട്ട് അതിന് ശേഷം എൻ്റെ ഗോൾഡൊക്കെ എടുത്ത് പോയില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട രാവും പകലും. കരയാതിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണോ നമുക്ക് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് കാലം നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുതരും. എൻ്റെ അനുഭവമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഗോൾഡ് എടുത്തിട്ട് ഞാനൊരു വിഷമവും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതൊക്കെ എടുത്തു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ ഇരട്ടി തന്നെ എൻ്റെ കയ്യിലേക്ക് തിരികെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത് അങ്ങനെ. പക്ഷേ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ആരോടൊരു വിഷമം പറയാനില്ല, ആരോടും ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അത് ഭയങ്കര സന്തോഷമായിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ഈ ഗോൾഡ് തന്ന നമ്മളുടെ സ്വന്തം വീട്ടുകാരോട് യഥാസമയം ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇമോഷണലായി പോകും. കാരണം അത്രത്തോളം പല കാര്യങ്ങളോടും നമുക്ക് പല സാഹചര്യത്തിനും നമുക്ക് നന്ദിയുള്ളതായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തോന്നുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പണത്തെ ആകർഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പണം വന്നുകാണ്ട് ഈസി ആയിട്ട് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ നിങ്ങൾ ഓരോ ബില്ലും പേ ചെയ്യുക. ഓരോ ആളുകൾക്കും നമ്മളുടെ പാരൻസിനായിക്കോട്ടെ നമ്മളുടെ സഹോദരങ്ങൾക്കായിക്കോട്ടെ ഏതെങ്കിലും ഒരു സമയത്ത് സഹായം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് എന്നിലുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ തരുമോ തരില്ല എന്നുള്ളതൊന്നല്ല, നമ്മൾ സന്തോഷമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അരികിലേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അങ്ങനെയാണ് ഇത്ര നാളത്തിനിടയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പ്രാക്ടിക്കലാക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കും, ആ ഒന്നുമില്ലാത്തതിൽ എന്തെങ്കിലും ഉള്ളതിനൊക്കെ എത്തിപ്പിടിച്ച് ഒരുപാട് കടങ്ങളുള്ളവരായിരിക്കാം, ആയിക്കോട്ടെ. ഈ കടങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഒരു പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസ് എന്ന് വെച്ചാൽ നമ്മളുടെ പാരൻസിന് വേണ്ടി ചികിത്സിച്ചിട്ടായിരിക്കാം. അവർക്ക് ചികിത്സ കിട്ടാതെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലുടനീളം എന്തായിരിക്കും, അതൊരു ദുഃഖമായിരിക്കും ഇല്ലേ. പക്ഷെ നമ്മളൊരു കടം വാങ്ങിച്ചിട്ട് പോലും അവരെ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മാഭിമാനമാണ്. എൻ്റെ പാരൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ചികിത്സിച്ചിട്ടാണ് എനിക്ക് ഇത്രയും പൈസ വന്നെന്നുള്ളതും. അതുകൂടാതെ എൻ്റെ മോളുടെയോ അല്ലെങ്കിൽ പെങ്ങളുടെയോ ആരും ആയിക്കോട്ടെ കല്യാണം ഭംഗിയായിട്ട് ഒരാളുടെ ഒരു വീട്ടിലേക്ക് കൈപിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കല്യാണ ചെലവിനായിട്ടാണ് എനിക്ക് കടം വന്നെന്നുള്ളതും. അതായത് ആർഭാടമല്ലാട്ട് ഉദ്ദേശിക്കുന്നത് മിനിമം ഞാൻ വളരെ സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പണമുള്ളവർക്ക് ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് തോന്നും.
ഈ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഓരോ ചിലവിനും അവർ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വീടിനൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഇതിനൊക്കെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ലോൺ എടുക്കാതിരിക്കാനുള്ളൊരു ജീവിത വഴികളൊക്കെ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യം നിങ്ങളുടെ അങ്ങനത്തെ ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊന്നും കരഞ്ഞും വിഷമിച്ചും നിങ്ങളുടെ ജീവിതം തള്ളി നീക്കാതെ അതിനും നന്ദി പറയാം. അങ്ങനൊരു ലോൺ എടുത്തപ്പോഴാണ് എനിക്ക് എൻ്റെ വീട് ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. പരമാവധി എല്ലാവരും ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. എനിക്ക് ഈ ഹൗസിംഗ് ലോണൊക്കെ ഇത്തിരി പേടിയുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ഇൻ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും കരഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വളരെ നന്ദിയോടുകൂടി തന്നെ നമ്മൾ അധ്വാനിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നല്ല രീതിയിൽ ആ ബില്ല് പേ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഒരിക്കലും നമുക്ക് ആ കടം വന്നിട്ടുള്ള വഴികൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്തിട്ടാണല്ലോ എന്ന് ആലോചിച്ച് സമാധാനിക്കാനും ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അതുവഴി വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഉള്ളൊരു സ്ട്രെങ്തൻ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കലും ബില്ല് പേ ചെയ്യുമ്പോൾ ആരും വിഷമിച്ചുകൊണ്ട് ബില്ല് പേ ചെയ്യരുത്. ഹാപ്പി ആയിട്ട് ബില്ല് പേ ചെയ്യാം. ഓക്കെ, ഡ്രസ്സ് വാങ്ങിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടും ഭംഗിയായിട്ടും പുറത്തേക്ക് നടക്കാനല്ല നല്ല ഡ്രസ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന് കരയേണ്ട കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറഞ്ഞ ഡിസ്കൗണ്ടിലും അങ്ങനെയൊക്കെ കിട്ടുന്നതുണ്ട്. അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഡ്രസ്സ് തന്നെ ഉപയോഗിച്ച് നമുക്കത് ശീലമാക്കാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാത്തിനും നമ്മൾ പേ ചെയ്യുന്നത് നമുക്ക് ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്. അതിനെ കരഞ്ഞും നിലവിളിച്ച് നിങ്ങളിരിക്കല്ലേ. നിങ്ങൾക്ക് വീണ്ടും അൺപെയ്ഡ് ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ അബണ്ടൻസ് വന്ന് നിറയണമെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡുള്ളവരായിരിക്കാം. അപ്പം ഇതുവരെയുള്ള എൻ്റെ ഡേ 1 മുതലുള്ള ഡേ 9 വരെയുള്ളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും, അതായത് റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്നവരോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് പഠന നിലവാരം ഉയർത്തണമെങ്കിലോ പിന്നെ കരിയർ കുറച്ചും കൂടി ഭംഗിയായിട്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് കുറച്ചും കൂടി നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ മാസവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഓരോ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ളവർ മാത്രം, അതിന് ഫീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യമുള്ളവർ മാത്രം എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിസ്സാര കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ, എന്തെങ്കിലും സംശയങ്ങൾക്കൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇതാക്കുക. അല്ലാണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളവർ മാത്രം വാട്സപ്പ് മെസ്സേജ് അയക്കുക. കാര്യം എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലാണ്. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇത്തിരി വൈകിട്ടാണ് വരുന്ന ആൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട്, മക്കളുടെ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരൊരു തമാശ രൂപേണ ഇതിനെടുക്കാതിരിക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർ മാത്രം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ബായ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.